നമ്മുടെ കർത്താവ് യഥാർത്ഥത്തിൽ ജെറുസലമിലേക്ക് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കുരിശിൽ മരിക്കാൻ. കുരിശിൽ മരിച്ച് രക്ഷ നൽകാൻ വന്നവൻ വരുന്നത് രാജകീയമായിട്ടാണ്. അത് തന്നെ ഒരു വലിയ വൈരുദ്ധ്യമാണ്. നമ്മളൊക്കെ ഒരു ബലിയാടിനെ പോലെ പാപം നമ്മുടെ കർത്താവ് എന്നൊക്കെ പറഞ്ഞ് സഹതപിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവിടുന്ന് രാജകീയമായ പ്രവൃത്തിയോടെയാണ് ഈ ജെറുസലമിലേക്ക് കടന്നു വരുന്നത്. അവൻ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവൻ കുരിശിൽ മരിക്കും, പിന്നീട് ഉത്ഥാനം ചെയ്യും. അതിലൂടെ മനുഷ്യകുലത്തിന്റെ പാപങ്ങൾക്ക് മുഴുവൻ പരിഹാരമാവുകയാണ്. സ്വയം ശൂന്യരാക്കാനായിട്ട് അവിടുന്ന് കടന്നു വരുന്നത് രാജകീയ പ്രൗഢിയോടെയാണെന്ന് പറയുമ്പോൾ സ്വയം ശൂന്യമാക്കലാണ് നമ്മുടെ കർത്താവിന്റെ രാജകീയ അധികാരമെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഈ പെസഹ കാലത്ത് യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവര് രണ്ട് പ്രദക്ഷിണങ്ങളാണ്, പ്രവേശനങ്ങളാണ് അവർ കാണുക. ഒന്ന് പീലാത്തോസിന്റേതാണ്. യഹൂദര് റോമാക്കാർക്കെതിരെ കലാപമുണ്ടാക്കുമോ എന്ന് ഭയന്ന് എല്ലാ വർഷത്തെയും പെസഹ തിരുനാളിനോടനുബന്ധിച്ച് പീലാത്തോസ് രാജകീയ പ്രവൃത്തിയോടെ പടക്കുതിരകളുടെ തേരിലേറി ഈ ജെറുസലമിലേക്ക് ആഘോഷമായൊരു വരവുണ്ട്. അത് ആ പശ്ചാത്തലത്തിലാണ് കർത്താവ് ജെറുസലമിലേക്ക് വരുന്നത്. പീലാത്തോസും റോമൻ അധികാരികളും പടക്കുതിരകളിലാണ് വരുന്നതെങ്കിൽ നമ്മുടെ കർത്താവ് കഴുതപ്പുറത്തേക്കാണ് വരുന്നത്. പീലാത്തോസ് കേസറിയയിൽ നിന്ന് ജെറുസലമിലേക്ക്, പടിഞ്ഞാറ് നിന്ന് ജെറുസലമിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവ് നേരെ എതിർദിശയിൽ നിന്നാണ്, കിഴക്ക് നിന്നാണ് ജെറുസലമിലേക്ക് പ്രവേശിക്കുക. ജനങ്ങളെല്ലാം റോമൻ രാജാക്കന്മാരെയും ആർപ്പ് വിളിച്ച് അവരുടെ വസ്ത്രങ്ങൾ വിരിച്ച് സ്വീകരിച്ചതുപോലെ നമ്മുടെ കർത്താവ് വരുമ്പോൾ അവര് ഒലിവിൻ ചില്ലകൾ വീശിയും അവരുടെ വസ്ത്രങ്ങൾ വിരിച്ചും രാജാവിനെ സ്വീകരിക്കുന്നത് പോലെ നമ്മുടെ കർത്താവിനെ സ്വീകരിക്കുകയാണ്. അവൻ വിനയാന്വിതനായി കഴുതപ്പുറത്ത്, കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു എന്നാണ്. നിന്റെ രാജാവ് വരികയാണ്, പക്ഷെ അവൻ വരുന്നത് കഴുതപ്പുറത്താണ്, കഴുതക്കുട്ടിയുടെ പുറത്താണ്. എന്ന് വെച്ചാൽ നീ പരിചയിച്ചിരിക്കുന്ന രാജത്വമല്ല നമ്മുടെ കർത്താവിന്റെ രാജ്യത്വം. നീ പരിചയിച്ച രാജ്യമല്ല നമ്മുടെ കർത്താവിന്റെ രാജ്യം. അങ്ങയുടെ രാജ്യം വരണമെന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയമായ രാജ്യ അധികാരമല്ല നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവത്തിന്റെ രാജ്യം കടന്നു വരണമേ എന്നാണ്. കർത്താവ് വരുന്നത് ദൈവരാജ്യം സ്ഥാപിക്കാനാണ്. അതിനെ രാഷ്ട്രീയമായ അധികാരമായി തെറ്റിദ്ധരിച്ച ഒരു കാലവും ചരിത്രവും സഭയ്ക്കുണ്ടായിരുന്നു എന്നുള്ളതും നമ്മൾ ഓർക്കുക. പക്ഷേ നമ്മൾ വചനത്തിൽ ആഴപ്പെടുന്നതോറും നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് ഇത് ദൈവരാജ്യത്തിന്റെ സ്ഥാപനമാണ്. കർത്താവിന്റെ പെസഹ രഹസ്യങ്ങളിലൂടെ അവിടുന്ന് സ്ഥാപിച്ചത് ദൈവരാജ്യമാണ്. ആ ദൈവരാജ്യത്തിന്റെ പ്രത്യേകതകൾ എന്താണ്? എളിമയുടെയും സേവനത്തിന്റെയും ക്ഷമയുടെയും അഹിംസയുടെയും ഒക്കെ ഒരു രാജ്യമാണ് നമ്മുടെ കർത്താവിന്റെ രാജ്യം. സാധാരണ രാഷ്ട്രീയാധികാരങ്ങൾ ആധിപത്യത്തിലൂടെ, ഭരണക്രമങ്ങളിലൂടെ എല്ലാം അവരുടേതായ ഒരു ക്രമവും സമാധാനവും സ്ഥാപിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, യുദ്ധങ്ങളിലൂടെ സമാധാനം കൈവരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ കർത്താവ് സ്വയം ശൂന്യനായിക്കൊണ്ട് തന്റെ രാജ്യം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ലോക ചരിത്രം യുദ്ധങ്ങളുടേതാകുമ്പോൾ യുദ്ധങ്ങൾ കൊണ്ട് ആരും ഒന്നും നേടുന്നില്ല. ഈ അടുത്ത നാളിലെയും കാരണം പോലും അറിയാൻ വയ്യാത്ത യുദ്ധങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സുരക്ഷിതരാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പതിനായിരക്കണക്കിന് മനുഷ്യർ, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് കാരണം പോലും പറയാനാവാത്ത, ശരിയായ കാരണം പോലും ഇല്ലാത്ത യുദ്ധങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്നു. നമുക്കറിയാം, യുദ്ധങ്ങൾ ഒരിക്കലും സമാധാനം കൊണ്ടുവരുന്നില്ല. അവിടെയാണ് കുരിശ് മരണത്തിലൂടെ ദൈവവും മനുഷ്യനുമായിട്ടുള്ള അനുരഞ്ജനവും മനുഷ്യന്റെ അനുരഞ്ജനവും എല്ലാം സാധ്യമാകുന്ന നമ്മുടെ കർത്താവിന്റെ ജെറുസലേം പ്രവേശനം നടക്കുന്നത്. ഇന്നിപ്പോൾ നമ്മള് അധികാരത്തെ കുറിച്ച് പറയുമ്പോഴെല്ലാം രാഷ്ട്രീയത്തെ കുറിച്ച് ചിന്തിക്കുന്നു. രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങളെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്, പൊതുനന്മയെ സംബന്ധിക്കുന്നതാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഫ്രatelli tutti, നാം സഹോദരർ എന്ന ചാക്രിക ലേഖനത്തിൽ ഉദാത്തമായ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്നു. അദ്ദേഹം പറയുന്നത്
ഇലക്ഷൻ കാലത്ത് മാത്രം ചർച്ച ചെയ്യേണ്ട ഒന്നല്ല രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറയുന്നത് പൊതു നന്മയെ കരുതിയുള്ളതാണ്. രാഷ്ട്രീയം എന്നത് ഏറ്റവും ഉദാത്തമായ ഒരു ദൈവവിളിയാണെന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം ജനങ്ങളുടെ നന്മയെ കുറിച്ച് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഏറ്റവും ഉദാത്തമായ ഒരു ദൈവവിളിയാണ്. ഈശോയുടെ രാജത്വത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുമ്പോൾ അതെന്തായിരിക്കും? അത് ദൈവരാജ്യത്തിന്റെ രാഷ്ട്രീയമാണ്. അത് എല്ലാവർക്കും അന്നന്നത്തെ അപ്പം കൊടുക്കുന്ന രാഷ്ട്രീയമാണ്. കടങ്ങളും പാപങ്ങളും എല്ലാം മോചിക്കുന്ന രാഷ്ട്രീയമാണ്. അയൽക്കാരനെതിരെ തിന്മ ചെയ്യാത്ത രാഷ്ട്രീയമാണ്. ക്ഷമിക്കുവാൻ തയ്യാറാകുന്ന രാഷ്ട്രീയമാണ്. അതാണ് ദൈവരാജ്യത്തിന്റെ രാഷ്ട്രീയം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പീലാത്തോസിനും റോമൻ അധികാരികൾക്കും നമ്മുടെ കർത്താവിന്റെ ജെറുസലേം പ്രവേശനം വലിയ ഒരു ഭീഷണിയായിരുന്നു. കാരണം ജനങ്ങളെല്ലാം വളരെ സ്വാഭാവികമായി ഈ കഴുതപ്പുറത്തേറി വരുന്ന ഈ യഹൂദന്റെ മുമ്പിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിക്കുകയും കുരുത്തോലകൾ വീശുകയും ഒലിവിച്ചിലകൾ വീശുകയും എല്ലാം ചെയ്യുമ്പോൾ തങ്ങളുടെ രാജത്വത്തിന്, തങ്ങളുടെ അധികാരത്തിന് ഭീഷണിയാകുമോ എന്ന് ഭയന്ന ഒരു ജനത. പക്ഷേ അവിടെ കർത്താവ് സ്ഥാപിക്കാൻ വരുന്നത് രാഷ്ട്രീയമായ അധികാരമായിരുന്നില്ല, മറിച്ച് ദൈവികമായ രാജ്യമായിരുന്നു. ആ ദൈവരാജ്യത്തിന്റെ സ്വഭാവം തന്നെ വളരെ വ്യത്യസ്തമായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കർത്താവിനെ രാജാവായിട്ട് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട വ്യത്യാസങ്ങൾ എന്താണ്? നമ്മുടെ കാഴ്ചപ്പാടുകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവണം. അത് വ്യക്തിപരമായ കാഴ്ചപ്പാടുകളിൽ മാത്രമല്ല, നമ്മുടെ സമൂഹത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിലും വ്യത്യാസം ഉണ്ടാകേണ്ടതാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പൊതു നന്മയെ ലക്ഷ്യമാക്കിയുള്ള മെച്ചപ്പെട്ട രാഷ്ട്രീയത്തെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചും എല്ലാം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, ഈ രാഷ്ട്രീയ പ്രവർത്തനം, സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, രാഷ്ട്രീയമായ അധികാരത്തിന്റെ പ്രവർത്തനം കാരുണ്യത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഭാവമെന്നാണ്. സ്വാർത്ഥതയുടെ ഭാവമല്ല, തങ്ങൾക്ക് അധികാരം വേണം എന്നുള്ള ഒരു വലിയ സ്വാർത്ഥപരമായ നിലപാടിലേക്കാണ് കാരുണ്യത്തിന്റെ ഉദാത്ത ഭാവമാവണം നമ്മുടെ രാഷ്ട്രീയം. മനുഷ്യനോടുള്ള അഗാധമായ കരുണയിൽ നിന്നാണ് യഥാർത്ഥമായ രാഷ്ട്രീയ പ്രവർത്തകർ ഉണ്ടാവേണ്ടത്. അതാണ് ക്രൈസ്തവന്റെ ശരിയായ രാഷ്ട്രീയവും. അവിടെ അവൻ ലക്ഷ്യമാക്കേണ്ടത് പൊതു നന്മയാണ്. അവിടെ അവന് സർവരോടും തുറവിയുണ്ടാവണം എന്നുകൂടി പരിശുദ്ധ പിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ അധികാരത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അത് രാഷ്ട്രീയമായ അധികാരത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് കുറച്ച് ആനുകൂല്യങ്ങളുടെയും കുറച്ച് സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു ജീവിതമായിട്ട് മാത്രം കാണാതെ പൊതു നന്മയെ ലക്ഷ്യമാക്കി സ്വയം ശൂന്യമാക്കലിനെ കുറിച്ച് ചിന്തിക്കുവാനായിട്ട് തയ്യാറാകണം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെയൊക്കെ നിലപാടുകൾ ചിലപ്പോഴെങ്കിലും സ്വാർത്ഥപരമായ നിലപാടുകളായിട്ട് മാറുകയാണ്. പൊതുനന്മയെ ലക്ഷ്യമാക്കിയുള്ള നിലപാടുകളെല്ലാം മാറി സ്വാർത്ഥപരമായ നിലപാടുകളായിട്ട് മാറുമ്പോൾ ദൈവരാജ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. സഭയുടെ രാഷ്ട്രീയവും അത് തന്നെയാണ്. ഈ കാലഘട്ടങ്ങളിലൊക്കെ സഭയുടെ രാഷ്ട്രീയത്തെ കുറിച്ച് ചാനലുകളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിട്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയോ എന്നുള്ളതാണ് എല്ലാവർക്കും വലിയ ഒരു ചിന്താവിഷയം. മെത്രാന്മാര് എല്ലാവരും വേറൊരു രാഷ്ട്രീയ പാർട്ടിയെ അനുകൂലിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് മെത്രാന്മാരും ജനങ്ങളും തമ്മിൽ വിഭാഗീയതയുണ്ടാക്കുക, ജനങ്ങളുടെ സമൂഹത്തെ തന്നെ പല രീതിയിൽ ഭിന്നിപ്പിക്കുക, അങ്ങനെ നേട്ടങ്ങൾ കൊയ്യാനൊക്കെയുള്ള വല്ലാത്ത പരിശ്രമം നടക്കുന്നുണ്ട്. നമ്മൾ ഓർക്കണം, നമ്മൾ ഈ അടുത്ത നാളിൽ സഭ എടുത്ത ഒരു നിലപാട് മുനമ്പം വിഷയത്തിലെ നിലപാടായിരുന്നു. മുനമ്പം വിഷയത്തിൽ 600ഓളം കുടുംബങ്ങൾക്ക് അവരുടെ പൗരാവകാശങ്ങൾ നഷ്ടപ്പെടുന്നു എന്ന് കണ്ടപ്പോഴാണ് സഭ അവിടെ ഇടപെട്ടത്. അതൊരു മതത്തിന്റെ മാത്രം പ്രശ്നമല്ല, കാരണം അവിടെ സർവ്വമതങ്ങളും ഈ 600 കുടുംബങ്ങളിൽ പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പൊതുനന്മയെ ലക്ഷ്യമാക്കിയുള്ള ഒരു നിലപാടാണ് നമ്മൾ അവിടെ എടുക്കുന്നത്. ഒരിക്കലും അതൊരു രാഷ്ട്രീയമായ നിലപാടായിരുന്നില്ല. അതിനെ ആരൊക്കെ എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ച് അതിനെ സങ്കുചിതമായ രാഷ്ട്രീയത്തിന്റെ ഒരു നിലപാടായിട്ട് അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാലും
സഭയുടെ നിലപാട് വളരെ കൃത്യമായിരുന്നു. പൊതു നന്മയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു നിലപാടായിരുന്നു. അതുകൊണ്ടാണ് നമുക്കിപ്പോഴും അതിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നത്. ആ ജനത്തിന്റെ പൗരാവകാശങ്ങൾ നിലനിർത്തണമെന്ന്, അത് നഷ്ടപ്പെടരുതെന്ന് ഇന്നും എവിടെയും വിളിച്ചു പറയാൻ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ അതിന്റെ പേരിൽ രാഷ്ട്രീയമായ മുതലെടുപ്പിൽ നിന്നു കൊടുക്കുന്ന ഒരു സമൂഹവുമല്ല നമ്മൾ എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഇന്ന് പലതരത്തിലുള്ള സ്വാധീനങ്ങളിൽപ്പെട്ട് ഇത്തരത്തിലുള്ള പ്രചരണങ്ങളെല്ലാം നടത്തി നമ്മുടെ സമൂഹത്തെ പല രീതിയിൽ ഭിന്നിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ എന്റെ ഒരു വലിയ വിശ്വാസം അത് തിരിച്ചറിയാനുള്ള വിദ്യാഭ്യാസവും ധാർമ്മിക ബോധവും നമ്മുടെ ജനത്തിന് നൽകുവാൻ സഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. രാഷ്ട്രീയമായി അത്ര പെട്ടെന്ന് ഭിന്നിപ്പിക്കാൻ, അല്ലെങ്കിൽ നിക്ഷിപ്ത താല്പര്യങ്ങളോടെ അത്ര പെട്ടെന്ന് ഭിന്നിപ്പിക്കാൻ പറ്റുന്ന ഒരു സമൂഹമല്ല ക്രൈസ്തവ സമൂഹം എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും വലിയ വിശ്വാസം. കാരണം ഏറ്റവും നല്ല സാർവത്രിക വിദ്യാഭ്യാസം നൽകി, മനസാക്ഷി രൂപീകരണം നൽകിയാണ് സഭ തന്റെ മക്കളെ എന്നും പരിശീലിപ്പിച്ചു വിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആരുടെയെങ്കിലും സങ്കുചിതമായ താല്പര്യങ്ങൾക്ക് നിന്നുകൊടുക്കേണ്ട ഗതികേടിലേക്ക് നമ്മുടെ സമൂഹം ഒരിക്കലും മാറില്ല. അത് തിരിച്ചറിയാനായിട്ട് എല്ലാവർക്കും സാധിക്കേണ്ടതാണ്. നമ്മളൊരു നിലപാടെടുക്കുമ്പോൾ, പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിലപാടെടുക്കുമ്പോൾ, ഇത് ഏത് പാർട്ടിക്ക് അനുകൂലമാണ്, ഏത് പാർട്ടിയെ അധികാരത്തിലെത്തിക്കാൻ സഹായകരമാണ് എന്ന് മാത്രം ചിന്തിച്ച് വളരെ സങ്കുചിതമായ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ ജെറുസലേം പ്രവേശനമൊക്കെ നമുക്ക് തരുന്ന ഒരു വലിയ സന്ദേശം. അവൻ കഴുതപ്പുറത്തേറി വന്നു. അവൻ രാഷ്ട്രീയമായ അധികാരത്തിന്റെ പക്ഷത്ത് ഒരിക്കലും നിന്നില്ല. അവൻ നിന്നത് മുഴുവൻ ക്ഷമയുടെയും അനുരഞ്ജനത്തിന്റെയും എളിമയുടെയും സമാധാനത്തിന്റെയും പക്ഷത്തായിരുന്നു. പൊതു നന്മയെ ലക്ഷ്യമാക്കാതെയുള്ള ഒരു നിലപാടും നമുക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പോലും സഭ ഒരിക്കലും നമ്മളോട് ആവശ്യപ്പെടാറില്ല. സഭ ഈ പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ചില തത്വങ്ങൾ മാത്രമാണ് നമ്മളോട് പറയുക. അതെന്താണ്? അത് ദൈവവിശ്വാസം, മതസ്വാതന്ത്ര്യം, ജനാധിപത്യം. ദൈവവിശ്വാസവും മതസ്വാതന്ത്ര്യവും ജനാധിപത്യവും പരിരക്ഷിക്കുന്ന സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കും മാത്രമേ നമ്മൾ പിന്തുണ കൊടുക്കാറുള്ളൂ. അതല്ലാതെ അത് ആ ഒരു ആഹ്വാനം പോലും നമ്മുടെ ജനത്തിന്റെ മനസാക്ഷിയോടാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. അല്ലാതെയുള്ള നിലപാടുകൾ പോലും സഭയ്ക്കില്ല എന്നുള്ളതാണ് വാസ്തവം. പലപ്പോഴും നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലാണ്. ഈ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ പണം കൊടുത്ത് നമുക്ക് അനുകൂലമെന്ന് തോന്നുന്ന ചില മാധ്യമങ്ങളെ പോലും സ്വാധീനിച്ച് നമ്മൾക്ക് അനുകൂലമായ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ പല തട്ടിലാക്കാനുള്ള വല്ലാത്ത പരിശ്രമങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ സഭയുടെ രാഷ്ട്രീയത്തെ കുറിച്ചും നമ്മുടെ കർത്താവിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചും നമ്മുടെ കർത്താവ് മുന്നോട്ട് വയ്ക്കുന്ന രാജത്വത്തെ കുറിച്ചും ഒക്കെയുള്ള ശരിയായ കാഴ്ചപ്പാടുകൾ നമുക്ക് ഉണ്ടാവേണ്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് വിനയാന്വിതനായി കഴുതക്കുട്ടിയുടെ കീഴിലേറി വരുമ്പോൾ അവിടുന്ന് നമ്മളിലേക്ക്, നമ്മുടെ മനസാക്ഷിയോട് അവിടുന്ന് ചില ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. നിങ്ങളും ഇതുപോലെ വിനയാന്വിതരായി ജീവിക്കാൻ തയ്യാറാണോ? നിങ്ങളും ഇതുപോലെ അനുരഞ്ജനത്തിന്റെ വ്യക്തികളാകുന്നു? നിങ്ങൾ ഇതുപോലെ സമാധാനത്തിന്റെ രാജത്വമാണോ പ്രഘോഷിക്കുന്നത്? നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും നമ്മുടെ ഈ സമാധാന രാജാവിനെ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ സമൂഹത്തിൽ ഈ സമാധാന രാജാവ് കടന്നു വരണം. അതൊരിക്കലും യുദ്ധത്തിൻ്റെതല്ല, അതൊരിക്കലും വാശിയുടെയോ വെറുപ്പിന്റെയോ ഒന്നുമല്ല, വിദ്വേഷത്തിന്റെയോ ഒന്നുമല്ല. അത് അനുരഞ്ജനത്തിൻ്റെതാണ്, അത് വിനയത്തിൻ്റെതാണ്, അത് എളിമയുടേതാണ് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ പീഡാനുഭവ വാരത്തെ നിശബ്ദതയുടെ ഒരു കാലമായിട്ടാണ് പിതാക്കന്മാർ കാണുക. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഒരല്പം കൂടെ നിശബ്ദതയും ശാന്തതയും കൊണ്ടുവരുവാൻ ഇടയാകട്ടെ. ടിവിയും അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നുമൊക്കെ ഒരു അവധിയെടുക്കാൻ ഒരു കാലഘട്ടം, നല്ല ഉപവാസവും നോമ്പും ഒക്കെ എടുക്കാനുള്ള ഒരു കാലഘട്ടമായിട്ട് ഇതിനെ കരുതാം. കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എല്ലാവരും നോയമ്പെടുക്കാനും ഉപവസിക്കാനും എല്ലാം ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. അങ്ങനെ ഒരു നല്ല ആത്മീയമായ അനുഭവത്തിന്റെ കാലഘട്ടമായി ഈ 7 ദിവസങ്ങൾ മാറട്ടെ. പരിശുദ്ധ കുർബാനയ്ക്ക്
കുർബാനയ്ക്ക് എതിരായിട്ട് അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധിക്ക് വിരുദ്ധമായിട്ട് നമ്മുടെയൊക്കെ സഭയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പാപങ്ങളെയും ഓർത്ത് പശ്ചാത്തപിക്കുവാനും പരിഹാരം ചെയ്യുവാനും എല്ലാം നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. അതിനൊക്കെയുള്ള ആത്മീയതയുടെ ഒരു നല്ല വസന്തകാലമായിട്ട് ഈ 7 ദിവസം മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി